ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന താലന്തുകളുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന വിഷയം. ഇന്ന് വളരെ പ്രധാനമായ നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ്. ഈ കാലഘട്ടത്തിലും വിശുദ്ധനാവാൻ സാധിക്കുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന അനിതര സാധാരണമായ വിശുദ്ധി, ജീവിതത്തിൻ്റെ വലിയ പദവികൾ സൂക്ഷിക്കുമ്പോഴും ഹൃദയത്തിൽ കാത്തുവെച്ച ആ വലിയ പിതാവ് ഇന്ന് വിശുദ്ധ പദവിയിലാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. താലന്തുകളുടെ ഉപമ ധ്യാനിക്കുമ്പോൾ 2 ധ്യാന വിചാരങ്ങളാണ് ദൈവം മനസ്സിലേക്ക് തരുന്നത്. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ നശിപ്പിക്കരുതെന്ന് മാത്രമല്ല, നശിപ്പിക്കാതെ അതേപടി സൂക്ഷിച്ചതുകൊണ്ടുമായില്ല, അത് വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യം. ഒരു താലന്ത് കിട്ടിയവനെ കുറിച്ച് പറഞ്ഞത്, അവൻ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു, ഒരിടത്ത് സുരക്ഷിതമായി വെച്ചു, നശിപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ദൈവത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല. ദൈവത്തിന് ആ കിട്ടിയത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല എന്നുള്ളത് ഒരു മെരിറ്റായിട്ട്, മെച്ചമായിട്ട് പറയുന്നില്ല. വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് അവന്റെ പേരിലുള്ള കുറ്റമായിട്ടാണ് എണ്ണുന്നത്. നമ്മൾ ചിലപ്പോൾ വാദിച്ചേക്കാം, അവനത് നശിപ്പിച്ചില്ലല്ലോ, അവനത് കളയാതെ സൂക്ഷിച്ചു വെച്ചല്ലോ. പക്ഷെ ദൈവത്തിന് അത് സ്വീകാര്യമല്ല. ദൈവം പറയുന്നത്, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നവർ അത് വർദ്ധിപ്പിച്ചവരാണ്. യജമാനന്റെ സന്തോഷം എൻ്റെ സന്തോഷവും ഇഷ്ടങ്ങളും തീരുമാനവുമല്ല, യജമാനന്, ദൈവത്തിന് എന്ത് സന്തോഷം നൽകും എന്നതാവണം എൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. യജമാനൻ പറയുന്നത് അതാണ്. വർദ്ധിപ്പിച്ച് 2 പേരോട് പറയുന്നത്, നിങ്ങളത് വർദ്ധിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. യജമാനന്, ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ ദൈവം എനിക്ക് വന്നിരിക്കുന്ന താലന്തുകളെ, കഴിവുകളെ വിനിയോഗിക്കാനും വളർത്തിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം. അത് ഉപയോഗിക്കാതെ വെറുതെ വെക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്, 2 കൂട്ടം വിളിപ്പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ നമ്മൾ ഈ തിരുവചന ഭാഗത്ത് കാണുന്നു. താലന്തുകൾ വർദ്ധിപ്പിച്ചവരെ വിളിക്കുന്നവര് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്നാണ്. താലന്ത് വർദ്ധിപ്പിക്കാതിരുന്ന മനുഷ്യൻ വിളിക്കപ്പെടുന്നത് ദുഷ്ടനും മടിയനുമായ ഭൃത്യ എന്നാണ്. ഈ വിളിപ്പേരുകൾ വന്നത് അവർ എങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ജോലി വിശ്വസ്തയോടെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെയ്തവർ ദൈവത്തിന്റെ കണ്ണിൽ നല്ലവരും വിശ്വസ്തവരുമായി, ചെയ്യാതിരുന്നവർ ദൈവത്തിന്റെ കണ്ണിൽ ദുഷ്ടരും മടിയരുമായി. നല്ലവനോ ദുഷ്ടനോ എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. അതായി തീരുന്നത് വേറെ ആരും എന്നിലേക്ക് ചാർത്തുന്നതല്ല, എൻ്റെ തന്നെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വിളിപ്പേരുകളാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കായേനിലും അവന്റെ ബലികളിലും ദൈവം പ്രസാദിച്ചില്ല. കായന്റെ ബലിയിലല്ല ആദ്യം പ്രസാദിക്കാതെ പോയത്, അത് കായേനിലാണ്. കായൻ മോശക്കാരനായിരുന്നത് കൊണ്ട് അവൻ അർപ്പിച്ച ബലികളും ദൈവത്തിന് സ്വീകാര്യമായില്ല. എന്നാൽ ആബേൽ നല്ലവനായിരുന്നത് കൊണ്ട് ആബേലിലും ആബേലിന്റെ ബലികളിലും ദൈവം പ്രസാദിച്ചു. ഹൃദയത്തിൽ നല്ലവരായിരിക്കുകയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുകയും ചെയ്യുക എന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ താലന്തുകൾ നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ ചുറ്റുപാടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെയും നല്ലവരും വിശ്വസ്തരുമെന്ന് വിളിക്കട്ടെ. നമ്മൾ നശിപ്പിച്ചില്ല എന്ന് കരുതിയല്ല ദൈവം നമ്മളെ അഭിനന്ദിക്കാൻ പോകുന്നത്, മറിച്ച് അത് എപ്രകാരം വളർത്തിയെടുത്തു, എപ്രകാരം പരിപോഷിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ്. ദൈവം നല്ല അധ്വാനത്തിന്റെ പേരിൽ നമ്മളെയും നല്ലവരെന്നും വിശ്വസ്തരെന്നും വിളിക്കാനിടയാകട്ടെ. ആമേൻ.